ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫുഡ് ജെറ്റ് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പൊരിക്കണ്ട, ബേക്ക് ചെയ്യണ്ട, അങ്ങനെ ഒന്നും ചെയ്യണ്ട, എണ്ണയിൽ മുക്കി പൊരിക്കേ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇതൊന്ന് മാത്രം കഴിച്ചാൽ മതിയാവും നമ്മുടെ വയറ് നിറയാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാണ്. എന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയായാൽ മതി, ഓവറായിട്ട് കുക്കാവണ്ട. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഇതാ ഇത്രയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഏകദേശം 1 കപ്പോളം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നോർമലി നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബണ്ണ് എടുക്കാം. അത് ഇതുപോലെ നടുവിലായിട്ട് മുറിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. കാണാൻ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇഫ്താറിന് ഒരു വെറൈറ്റി സ്നാക്കും കൂടി ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്